സൈലം ലേണിംഗ്. 5ാമത്തെ യൂണിറ്റിന്റെ പേരെന്താണെന്നറിയാവോ? നന്നായി വളരാൻ. ആ ഒരു യൂണിറ്റിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. നന്നായി വളരേണ്ട ആവശ്യകതയെ പറ്റിയും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നല്ല ശീലങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ അതേ പാഠത്തിലെ തന്നെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ക്ലാസ് കാണാൻ വന്ന എല്ലാ മക്കളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തോണ്ട് വരിക. അതിന്റെ ഉള്ളിൽ മിസ് ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ഏതാന്ന് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ആ ഒരു പ്രവർത്തനത്തിന് ശരിയായ ആൻസർ വേഗം തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ മാക്സിമം മക്കൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വേഗം തന്നെ നമ്മുടെ 1ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. ഫസ്റ്റ് പ്രവർത്തനം നോക്കിക്കേ. എന്തെല്ലാം അപ്പങ്ങൾ, ഏതെല്ലാം അപ്പങ്ങൾ നിങ്ങൾക്കറിയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുമ്മാ അവയുടെ പേരുകൾ പറയാനാണോ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലേ, നമുക്കൊരു ചെറിയ ക്ലൂ തന്നിട്ടുണ്ട്. ഇവിടെ ഇതാണ്ട് നിങ്ങൾക്ക് ഇതാ വട്ടം, ഒരു വട്ടത്തിൽ ഇതാണ്ട് പം എന്ന് എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടോ? പം എന്ന് എഴുതിയിട്ടുണ്ട്. അതിനു ചുറ്റും ഇതാണ്ട് കുറേ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ. വേ, ല, വ, പിന്നെ ഇതെന്താ? ടി, ഈ, പിന്നെ ഇതാ ട, യ, പ, യ, ല, നു, നേ എന്നൊക്കെ പറയുന്ന കുറച്ച് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ഈ അക്ഷരങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുള്ള കുറച്ച് അപ്പങ്ങളുടെ പേര് കണ്ടുപിടിക്കണം. അപ്പൊ ഒരു ഹിന്റ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതാണ്ട് നേ, നെയ്ന്റെ അവിടുന്ന് വരച്ചത് എങ്ങോട്ടാ? യാ, അവിടുന്ന് എങ്ങോട്ടാ വരച്ചേ? പം. അപ്പൊ അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നെയ്യപ്പം എന്ന് പറയാൻ പറ്റും. അപ്പൊ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ അപ്പം ഉണ്ടാക്കാൻ പറ്റും നോക്കിയാലോ. അപ്പൊ അടുത്തത് നോക്കാം. ഇതാ വേ ഉണ്ട്, വേ, പിന്നെ എന്താ? വേ, ല, വെള്ളയപ്പം. വെള്ളയപ്പം ഉണ്ടോ നോക്കിയാലോ. വേ ഉണ്ട്, ലായുണ്ട്, ദാ യായുണ്ട്, യെസ്, പം. അപ്പൊ അടുത്ത എന്ത് എഴുതാൻ പറ്റും? വെള്ളയപ്പം. ഓക്കെ, വെള്ളയപ്പം എഴുതി. ഇനി അടുത്തത് ഏത് എഴുതാൻ പറ്റും? വെള്ളയപ്പം എഴുതി. പിന്നെ വായുണ്ട്, വാ, ത, യ, പം. വട്ടയപ്പം. വട്ടയപ്പവും നമുക്ക് എഴുതാൻ പറ്റി. ഇതാ വട്ടയപ്പം എന്ന് എഴുതി. ഇനി ഏത് എഴുതാൻ പറ്റും? ഇതാ നൂലപ്പം. നൂലപ്പം. നൂലപ്പം ഒക്കെ കഴിച്ചിട്ടുണ്ട്, ഇഷ്ടമാണോ മക്കൾക്ക്? നൂലപ്പം എന്ന് എഴുതാൻ പറ്റി. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. പാലപ്പം ഉണ്ടോ നോക്കാം. പാ, ഇതാ പായുണ്ട്, ഇതാ ലായുണ്ട്, ഇതാ പം. അപ്പൊ ഇതാണ്ട് പാലപ്പം. ഓക്കെ, അപ്പൊ നെയ്യപ്പത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഇതാ വെള്ളയപ്പം, വട്ടയപ്പം, നൂലപ്പം, പാലപ്പം ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ ക്രമത്തിലല്ലാതെ സെപ്പറേറ്റ് 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 ഇറഗുലർ ആയിട്ട് തന്നിട്ട് നിങ്ങൾ അത് കൂട്ടിച്ചേർന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അപ്പത്തിന്റെ പേരും പച്ചക്കറികളുടെ പേരും പഴങ്ങളുടെ പേരും ഒക്കെ എഴുതാൻ പറഞ്ഞ് നിങ്ങൾ അതുപോലെ എഴുതാൻ പഠിക്കണം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുന്ന ഓരോ പുതിയ കാര്യങ്ങളും അവ തെറ്റുകൂടാതെ എഴുതാനും അവ സ്ഫുടതയോടെ വായിക്കാനും നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് 2ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. ചിത്രത്തിന്റെ പേര് ചേർത്ത് പൂർത്തിയാക്കാനാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഇതാ കുറെ ബ്ലാങ്ക് ആയിട്ട്, അതായത് ഒന്നും എഴുതാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ അവിടെ എന്താ എഴുതേണ്ടതെന്ന് നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. അതിന്റെ മുന്നിൽ തന്നെ ഇതാ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ ചിത്രങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കി അവിടെ എഴുതിയാൽ മതി. അപ്പൊ 1ാമത്തെ ചിത്രം എന്താണ്? ഒരു ഇലയായിരുന്നു. അപ്പൊ ഇവിടെ ഇതാ ഇല എന്ന് മിസ് എഴുതി. അപ്പൊ എന്ത് വന്നു? ഇലയിൽ. ഇലയിൽ. അടുത്തത് ആരാണ് മക്കളെ? അടുത്തതൊരു ഈച്ചയാണ്. അപ്പൊ ഇതാ ഇലയിൽ ഈച്ചയിരുന്നു. വായിച്ചു നോക്കിയേ. ഇലയിൽ ഈച്ചയിരുന്നു. ഇനി അടുത്തത് നോക്കിയാലോ. അടുത്തത് ചിത്രത്തിലും എന്താണ്? നമ്മുടെ ഈച്ച തന്നെയാണ്. ഈച്ച പറന്നു. ഇതെന്താണ് ഈ ഒരു മഞ്ഞ കളറിൽ കാണുന്നത്? നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ആദ്യത്തിൽ 2 പലഹാരങ്ങളുടെ പേരൊക്കെ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ജിലേബിയും ലഡുവും കൂടി നാട് കാണാൻ പോയ കഥയൊക്കെ പഠിച്ചായിരുന്നല്ലേ. അപ്പൊ ഇതാരാണ്? നമ്മുടെ ലഡു ആണ്. ഓക്കെ, ഈച്ച പറന്നു, ലഡുവിൽ എത്തി. അഖില എന്ത് തിന്നതായിരിക്കും? എന്തിന്റെ ചിത്രമാണ് കാണുന്നത്? യെസ്, ലഡു തിന്നു, അവൾക്ക് അസുഖം വന്നു. ഇതെന്തായിരിക്കും? ഇതെന്തിന്റെ ചിത്രമായിരിക്കും? യെസ്, ഇതൊരു ഗുളിക അല്ലെങ്കിൽ ഒരു മരുന്നിന്റെ ചിത്രമാണ്. അപ്പൊ നമുക്കിവിടെ മരുന്നെന്ന് എഴുതാം, ഗുളിക എന്ന് വേണമെങ്കിലും കൂട്ടുകാർക്ക് എഴുതാം കേട്ടോ. അപ്പൊ മരുന്ന് കഴിച്ചു, രോഗം മാറി. അപ്പൊ ആ ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മൾ അവിടെ എന്താണ് എഴുതേണ്ടതെന്നൊക്കെ കണ്ടുപിടിച്ച് പൂർത്തിയാക്കിയപ്പോ എന്തൊക്കെ വന്നു? ഉറക്കെ വായിച്ചോ. ഇലയിൽ ഈച്ചയിരുന്നു, ഈച്ച പറന്ന് ലഡുവിലെത്തി, അഖില ലഡു തിന്നു, അവൾക്ക്
അസുഖം വന്നു, മരുന്ന് കഴിച്ച് രോഗം മാറി. എങ്ങനെയുണ്ട് ഈ ഒരു പ്രവർത്തനം? ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ കുറേ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ഒരു യൂണിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ ലഭ്യമാണ്. കൂട്ടുകാരൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.